നമസ്കാരം. ജ്യോതിർദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേഷാദികളായിട്ടുള്ള 12 രാശികളുടെ ഡിസംബർ 7 ഞായറാഴ്ച മുതൽക്ക് 13-ാം തീയതി ശനിയാഴ്ച വരെയുള്ള 7 ദിവസങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ സാമാന്യ ഫല നിരൂപണം നടത്താൻ ഇവിടെ ശ്രമിക്കുകയാണ്. ആദ്യമായിട്ട് മേടം രാശി, ഏരീസ് എന്ന് വിളിക്കുന്നു. ഗ്രഹസ്ഥിതി പറഞ്ഞാൽ അഷ്ടമത്തിൽ, അതായത് 8-ൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, ഈ 3 ത്രിഗ്രഹ യോഗം അവിടെ വരുന്നുണ്ട്. 9-ൽ കുജനാണ്, 3-ൽ വ്യാഴവുമാണ്. ഇവരുടെ ജീവിത സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, പുറകിലേക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള, മുൻപ് ആലോചിച്ച് വച്ചിരുന്ന പല കാര്യങ്ങളും തീർക്കാനുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ പഴയ ചില ഓർമ്മകളും ഒക്കെ, ബന്ധങ്ങളും മറ്റുമൊക്കെ ഓർമ്മയിലേക്ക് എത്തുന്ന ഒരു കാലവുമാണ്. ധനപരമായിട്ട് ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ അവർക്ക് വരാവുന്നതാണ്. അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് കിട്ടേണ്ട ചില ധനങ്ങൾ, ഇൻഷുറൻസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ കിട്ടേണ്ട തുകകൾ, ഇതൊക്കെയും കുറച്ച് വരുമാനത്തിൽ താമസം നേരിടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് ഇത്രയും നാളും പൂർത്തിയാക്കാതിരുന്ന ചില പ്രൊജക്റ്റുകൾക്ക്, ദീർഘകാലമായിട്ട് തുടർന്നു വരുന്ന ചില പ്രൊജക്റ്റുകൾക്ക് അതിൽ ഒരു പുതിയ വ്യക്തത വരാവുന്നതാണ്. അതുപോലെ തന്നെ വിദേശയാത്ര വേണ്ടി വരുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. കുടുംബത്തിൽ അസ്വസ്ഥതയ്ക്ക് ചില കാരണങ്ങൾ ഉണ്ട്. അത് ചില അവർ പരസ്പരമുള്ള ബന്ധങ്ങൾക്കൊക്കെ ചില ക്ഷതം സംഭവിക്കാനുള്ള കാരണങ്ങളും ഉണ്ട്. അതൊക്കെയും വേണ്ട രീതിയിൽ നോക്കി ചെയ്യേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് അവർക്ക് ഉറക്കക്കുറവുണ്ടാവും, രക്തസമ്മർദ്ദം കൂടുതലാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ദഹനശക്തി കുറച്ച് കുറയും. അതുകൊണ്ട് വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനും ഈ മേഷം രാശിക്കാർക്ക് കാര്യമുണ്ട്. ആത്മവിശ്വാസം വേണം, അതുപോലെ പ്രാർത്ഥനയും വേണം. സുബ്രഹ്മണ്യനെയും വിഷ്ണുവിനെയും ഭജിക്കുക എന്നുള്ളതാണ് ഇതിന് സാമാന്യമായിട്ട് പറയാവുന്ന. അഥവാ വിഷ്ണു ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ദർശനം നടത്തുക, പ്രദക്ഷിണം വയ്ക്കുക, യഥാശക്തി വഴിപാട് നടത്തുക, ഇതൊക്കെയും നല്ല കാര്യങ്ങളാണ്. അടുത്തത് ഇടവക്കൂറ് അഥവാ ഇടവം, അതിനെ ടോറസ് എന്നാണ് പറയുക. അവരുടെ ഗ്രഹസ്ഥിതി പറഞ്ഞാൽ 7-ാം ഭാവത്തിലാണ് സൂര്യനും ബുധനും ശുക്രനും, ഈ 3 ഗ്രഹങ്ങളും 7-ാം ഭാവത്തിലാണ്. അഷ്ടമത്തിൽ ചൊവ്വയുണ്ട്, 11-ൽ രാഹുവും, 12-ൽ ശനിയും, 2-ൽ ഗുരുവുമാണ്. പാർട്ട്ണർഷിപ്പ് അഥവാ ചില പങ്കാളിത്തങ്ങൾ, അതിൽ ചില പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂട്ടുത്തരവാദിത്തമുള്ള, അതായത് പാർട്ട്ണർഷിപ്പ്, കമ്പനി ഡയറക്ടർഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ കൂട്ടുകച്ചവടങ്ങളാണോ അങ്ങനെയുള്ളതിലൊക്കെയും ചില കുറച്ച് കൂടുതൽ നയതന്ത്രം ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില അബദ്ധങ്ങളിലേക്കൊക്കെ വന്നു ചേടാൻ വഴിയുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഈ കൂട്ടുകച്ചവടം വഴി ഉള്ള ചില ലാഭങ്ങളും വരാനുള്ള സാധ്യതകളും ഉണ്ട്. ചില സാമ്പത്തിക രഹസ്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അതുമൂലമുണ്ടാകുന്ന ചില ആപത്തുകൾ നേരിടാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ട് പറഞ്ഞാൽ ഈ സഹപ്രവർത്തകരുമായിട്ടുള്ള ഒരു ഒന്നിച്ച് പോകുന്നതിന് പ്രത്യേകം ശ്രദ്ധ വേണം. അതുപോലെ ചില കരാറുകൾ, പങ്കാളിത്തത്തോടു കൂടി ചെയ്യുന്ന കരാറുകളും പ്രത്യേകം പരിശോധിക്കണം. അതിൽ ചതി പറ്റാനുള്ള സാധ്യതയുണ്ട്. അഭിപ്രായ വ്യത്യാസം കുടുംബത്തിലാണെങ്കിലും മറ്റ് ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ ബിസിനസ്സിലോ, ഇതിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. വാക്കുകളുണ്ട്, അവർക്ക് ചില ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ട് പറഞ്ഞാൽ നാഡീ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തലവേദന മുതലായിട്ടുള്ളവ ഉണ്ട്. അത് വേണ്ട സമയത്ത് ശ്രദ്ധിക്കണം. ഉറക്കക്കുറവ് കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങൾ ഉണ്ടാക്കാൻ, അതിനൊക്കെ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ കൂട്ടി ചെയ്ത് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഇതിന് പരിഹാരം പറഞ്ഞിട്ടുള്ളത് വിഷ്ണു ഭജനമാണ്. അതുപോലെ തന്നെ മധുര പലഹാര വിതരണം നടത്തുന്നത് വളരെ നല്ലതാണ്. അടുത്തത് മിഥുനക്കൂറാണ്, ജെമിനി എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഇവർക്ക് ലഗ്നത്തിൽ 6-ലാണ് സൂര്യനും ബുധനും ശുക്രനും ഉള്ളത്. 7-ൽ ചൊവ്വയാണ്, ലഗ്നത്തിൽ ഗുരുവാണ്, 10-ൽ ശനിയാണ്. അതായത് കണ്ടകശനി ആണ്. 6, 4, 7, 10 ശനി വരുമ്പോൾ കണ്ടകശനി എന്നാണ് പറയുക. അതുപോലെ 3-ൽ കേതു, 9-ൽ രാഹു. ഇതാണ് ജീവിതത്തിൽ ആത്മവിശ്വാസവും അതുപോലെ പ്രവർത്തനത്തിന് ഉത്സാഹവും
ഉയരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ചില കടങ്ങൾ ധനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചില പഴയ കടങ്ങൾ, ചെറിയ കടങ്ങളൊക്കെ കൊടുത്തു തീർക്കാൻ സാധിക്കും. ശമ്പളക്കാർക്കും മറ്റുമൊക്കെ ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. ജോലി അവരവരുടെ കരിയർ സംബന്ധിച്ച് ചില കഠിനാധ്വാനങ്ങളൊക്കെ വേണ്ടിവരും. എന്നാൽ അത് കൊണ്ടുള്ള ഉയർച്ച കാണാവുന്നതാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ, ഓഫീസ് രാഷ്ട്രീയം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കുകയാണ് ഇവർക്ക് നല്ലത്. കുടുംബപരമായിട്ട് നോക്കിയാൽ കുറച്ച് ഭിന്നതയുണ്ടാവും. അത് കുടുംബ ബന്ധത്തിലും മറ്റും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ മനസ്സു തുറന്ന് സംസാരിക്കുന്നത് കൊണ്ട് ആ തെറ്റിദ്ധാരണയൊക്കെ മാറാവുന്നതാണ്. ആരോഗ്യപരമായിട്ട് വലിയ തെറ്റില്ല. എന്നാൽ ചെറിയ തലവേദന, ജലദോഷം മുതലായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. ജലം നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുകയും വേണം. ഇവർക്ക് പറഞ്ഞിട്ടുള്ളതായ ഈ ആഴ്ച പറയാൻ സാധിക്കുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുക, ഇതൊക്കെയാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്, ക്യാൻസർ എന്നാണ് പറയുക. ഗൃഹസ്ഥിതി പറഞ്ഞാൽ 5-ൽ ആണ് സൂര്യനും ബുധനും ശുക്രനും ഉള്ളത്, 6-ൽ ചൊവ്വയാണ്, 12-ൽ ആണ് വ്യാഴം, 9-ൽ ശനിയും, 2-ൽ കേതുവുമാണ് ഇവരുടെ ഗൃഹസ്ഥിതി. ക്രിയേറ്റീവായിട്ടുള്ള അഥവാ എന്താ പറയുക, സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, കഴിവുകൾക്ക് അത് പ്രാവർത്തികമാക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണിത്. ധനപരമായിട്ട് ചില പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ, ലോട്ടറി മുതലായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെയൊക്കെയുള്ള ചില വരുമാനം ഉണ്ടാകാം. എന്നാൽ അതുപോലെ തന്നെ അനിയന്ത്രിതമായിട്ടുള്ള ചിലവുകളും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ജോലി അഥവാ കരിയർ സംബന്ധിച്ച് പറഞ്ഞാൽ ചില പുതിയ ആശയങ്ങൾ നമുക്കുണ്ടാകും. അത് അനുകൂലമാണ്, അതുമായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ ജോലിയിലേക്ക് അഭ്യുന്നതയുണ്ടാവും എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ പ്രണയബന്ധങ്ങൾ അങ്ങനെയുള്ള അതൊക്കെ കുറച്ച് ഊഷ്മളമാകാനുള്ള സാധ്യത ഉണ്ട്. പഴയ ചില ഇങ്ങനെയുള്ളതോ അല്ലാത്തതുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾക്ക് വീണ്ടും പഴയത് വിട്ടുപോയത് പുനഃസ്ഥാപിക്കപ്പെടാനും സാധ്യത ഉണ്ടാകുന്നു. ആരോഗ്യപരമായിട്ട് നല്ല ആഴ്ചയാണ്. അതുപോലെ തന്നെ അവരുടെ ഈ കൂറുകാരുടെ കുട്ടികൾക്കും ആരോഗ്യപരമായിട്ട് മെച്ചമുണ്ടാകും. രോഗത്തിലിരിക്കുന്നവർക്ക് ആ രോഗവിമുക്തി ഉണ്ടാകുന്നതാണ്. ഹൃദയം തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അങ്ങനെയാണ് കുടുംബ പിന്തുണയും മറ്റും ഉണ്ടാവേണ്ടത്. അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ധർമ്മദൈവം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ്. എങ്കിലും ഈ ഒരു പ്രത്യേക സമയത്ത് ധർമ്മദൈവത്തിൻ്റെ, അതായത് കുടുംബധർമ്മദൈവത്തെ ഭജനം നടത്തുക, അതിൽ തന്നെ പ്രത്യേകിച്ച് ദുർഗാദേവി ദർശനം, ഇതൊക്കെ ചെയ്തു വന്നാൽ ഈ ആഴ്ച ശോഭനമായിത്തീരും. അടുത്തത് ചിങ്ങക്കൂറുകാരാണ്. ചിങ്ങക്കൂറ് ലിയോ എന്നാണ് അതിന് പറയുക. ഗ്രഹസ്ഥിതി അനുസരിച്ച് ലഗ്നത്തിലാണ് കേതു, 4-ൽ സൂര്യനും ബുധനും ശുക്രനുമാണ്, 5-ൽ ചൊവ്വയാണ്, 11-ൽ വ്യാഴമാണ്, 7-ൽ രാഹുവാണ്, 9-ൽ ശനിയുമാണ്. ഇതാണ് ഗൃഹസ്ഥിതി അവരുടെ. കുടുംബകാര്യങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാകാം. അതായത് ഗൃഹങ്ങൾ, അവരവരുടെ വീടുകളും മറ്റും പുതുക്കലിന് കാരണമാകും, അഥവാ അതിനുവേണ്ടി ആലോചിക്കുകയും ചെയ്യുകയും ചെയ്യും. ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ഏർപ്പാടുകൾ, അതായത് സ്ഥലസംബന്ധമായിട്ടുള്ള കച്ചവടങ്ങളും ഒക്കെ നടത്തുന്ന, റിയൽ എസ്റ്റേറ്റ് മറ്റും നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇവർക്ക്. ഉത്തരവാദിത്തങ്ങൾ, ജോലിയിലും കരിയറിലും മറ്റുമൊക്കെ, ബിസിനസ്സിലും മറ്റുമൊക്കെ ഉത്തരവാദിത്തങ്ങൾ കൂടുതലുണ്ടാകാം, അത് വർദ്ധിക്കും. എന്നാൽ സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. കുടുംബപരമായിട്ടുള്ള ബന്ധം ശക്തമാക്കാൻ സമയം അവർ കണ്ടെത്തണം. അതായത് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും ഒക്കെ ശ്രമിക്കണം. അല്ലെങ്കിൽ ചില പൊട്ടലും ചീറ്റലുമൊക്കെ കുടുംബജീവിതത്തിൽ ഇവർക്ക് ഉണ്ടാകാവുന്നതാണ്. ചിലപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ട് പറഞ്ഞാൽ കുറച്ച് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചിലർക്കെങ്കിലും വരാനുള്ള സാധ്യത പറയേണ്ടതാണ്. അതാത് സമയത്ത് വേണ്ട മരുന്നുകൾ, ഡോക്ടർമാരെ കാണുക മുതലായിട്ടുള്ള കാര്യങ്ങളും വളരെ ആവശ്യമാണ്. ഇവർക്ക് ഈ ആഴ്ച പ്രത്യേകമായിട്ട് അവരവരുടെ ധർമ്മദൈവം ആയിട്ടുള്ള ഭദ്രകാളി അഥവാ ദുർഗ ഒക്കെ ക്ഷേത്രദർശനം നടത്താം. അതുപോലെ തന്നെ സപ്തശതി പാരായണം, ദുർഗാ സപ്തശതി പാരായണവും അനുകൂലമായിട്ടുള്ള കാര്യമാണ്. അടുത്തത് കന്നിക്കൂറുകാരാണ്, വിർഗോ. ഗ്രഹസ്ഥിതി പറഞ്ഞാൽ 3-ൽ ആണ് സൂര്യൻ, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ, 4-ൽ ആണ് ചൊവ്വ, 10-ൽ ഗുരു, 12-ൽ കേതു, 7-ൽ രാഹു, 8-ൽ ശനി, അഷ്ടമശനിയുള്ള കാലമാണ്.
ആശയവിനിമയം വേണ്ടത്ര ഭംഗിയാക്കാൻ ശ്രമിക്കുക. അതിൽ കൂടെ അംഗീകാരവും വളർച്ചയും കിട്ടാവുന്ന ഒരു കാലമാണിത്. അതുപോലെ തന്നെ യാത്രകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ധനപരമായിട്ട് തൊഴിൽ മേഖലയിൽ നിന്ന് കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ വൻകിട അല്ല, ചെറുകിടയായിട്ടുള്ള ചെറുതരത്തിലുള്ള നിക്ഷേപങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. മാനേജ്മെൻറ്റ് ജോലി സംബന്ധിച്ച്, കരിയർ സംബന്ധിച്ചൊക്കെ പറഞ്ഞാൽ മാനേജ്മെൻറ്റ്, അതുപോലെ അധ്യാപനം മുതലായിട്ടുള്ള കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ മേഖല, ഇങ്ങനെ ഇതിലൊക്കെ ജോലിയുള്ളവർക്ക് അഥവാ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അഭ്യുന്നതി ഉണ്ടാകും. എന്നാൽ ഇവർക്ക് പ്രത്യേകം ആലോചിക്കേണ്ടത് കണ്ടകശനി ആണ്. കണ്ടകശനി മൂലമുള്ള തടസ്സങ്ങൾ തീർച്ചയായിട്ടും ബാധിക്കുന്നതാണ്. കുടുംബ ബന്ധങ്ങളിൽ സഹോദരങ്ങൾ മുഖാന്തരം, അതുപോലെ സഹപ്രവർത്തകർ, കൂട്ടുകാർ മുതലായിട്ടുള്ളവർ മുഖേനയുള്ള ചില സഹായങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാൽ കുടുംബത്തിൽ ഭാര്യ ആയിട്ടും അല്ലെങ്കിൽ കുട്ടികളായിട്ടും ഒക്കെ ചില വഴക്കുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത് ക്രമേണ കഴിയുന്നത്ര ഭംഗിയായിട്ട് അത് ഇല്ലാതാക്കത്തക്ക രീതിയിലുള്ള സംസാരവും ഒക്കെ ആവശ്യമായിട്ട് വരും. ആരോഗ്യപരമായിട്ട് നല്ല നിലയിലാണ്. വേറെ മറ്റ് രോഗങ്ങളൊന്നും വരാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. ഇവിടെ ഈ ആഴ്ച ഈ കൂറുകാർക്ക് പരിഹാരം പറയേണ്ടത് ശ്രീകൃഷ്ണ ഭജനമാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ താമരമാല സമർപ്പണം, ഇതൊക്കെ അനുകൂലമായിട്ടുള്ള കാര്യമാണ്. ഇനി വരുന്നത് തുലാക്കൂറുകാരാണ്. തുലാക്കൂറുകാർക്ക് 2-ലാണ് സൂര്യനും ബുധനും ശുക്രനും, അതുപോലെ 3-ൽ ചൊവ്വ, 9-ൽ വ്യാഴം, 6-ൽ ശനി, 5-ൽ രാഹു, 11-ൽ കേതു. ഇതൊക്കെയാണ് ഗൃഹസ്ഥിതി പറയുന്നത്. ജീവിതത്തിൽ അവരുടെ ധനസമ്പാദന മേഖലയ്ക്ക് ഒരു പുഷ്ടി ഉണ്ടാകുന്ന കാലമാണ്. പഴയ ചില കടങ്ങളും മറ്റൊക്കെ തീർക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും ധനമുണ്ടാക്കുന്ന പ്രവൃത്തിയിലുള്ളവർക്ക് പുതിയ ധനസ്രോതസ്സുകൾ ഉണ്ടാകാൻ്റെ ഒഴുക്ക് കൂടുകയും പുതിയ മേഖലകൾ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ കുടുംബപരമായിട്ട് ഉള്ള ബന്ധങ്ങളിലും മറ്റൊക്കെ ഒരു ഊഷ്മളത, അതുപോലെ സന്തോഷവും സമാധാനവും മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഇവർക്കുണ്ടാകുന്നതാണ്. ആരോഗ്യപരമായിട്ട് വലിയ തെറ്റില്ല, എന്നാൽ ചില ശാരീരിക ക്ഷീണങ്ങളൊക്കെ ഉണ്ടാകും. വാക്കുകളെയാണ് ഇവർ നിയന്ത്രിക്കേണ്ടത്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഈ ആഴ്ച മഹാലക്ഷ്മി സ്തവം ജപിക്കുക. മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ അഥവാ മഹാലക്ഷ്മി സഹിത മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുക. ഇതൊക്കെയും അനുകൂല ഫലങ്ങളെ സൃഷ്ടിക്കും. അടുത്തത് വൃശ്ചികക്കൂറാണ്. സ്കോർപിയോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. ഇവരുടെ ഗ്രഹസ്ഥിതി ലഗ്നത്തിലാണ് സൂര്യൻ ബുധ ശുക്രന്മാരും, 2-ൽ ചൊവ്വയും, 4-ൽ രാഹുവും, 5-ൽ ശനിയും, അഷ്ടമത്തിൽ വ്യാഴവും, 10-ൽ കേതുവുമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം, അവരുടെ കരിഷ്മ ഒക്കെ വർദ്ധിക്കുന്നതായിട്ടും അതുപോലെ ആകർഷണം വർദ്ധിക്കുന്നതായിട്ടും ഒക്കെ കാണാവുന്നതാണ്. സാമ്പത്തികമായിട്ടും അവർക്ക് മുന്നേറ്റമുണ്ടാകും. എന്നാൽ ചെലവുകളും അതുപോലെ തന്നെ വളരെ കൂടുന്നതാണ്. ജോലി സംബന്ധമായിട്ട് ചില നേതൃസ്ഥാനങ്ങളൊക്കെ കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ പ്രണയബന്ധങ്ങളും ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ഗൗരവത്തോടെ അതിനെ വീക്ഷിക്കാനും അത് ഫലവത്താകുന്ന അവസ്ഥയിലേക്ക് വരാനും ഒക്കെ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് ഇവർക്ക് ഒരു മന്ദത ഉണ്ടാകും. അതുപോലെ ചൂട് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ പറഞ്ഞാൽ അവരുടെ ആത്മവിശ്വാസത്തിൽ കൂടെ വേണം, അതുപോലെ തന്നെ വിനയപൂർവ്വമായിട്ടുള്ള പെരുമാറ്റത്തിൽ ഒക്കെ കൂടെ വേണം ഈ ആഴ്ച അനുകൂലമാക്കി എടുക്കുക. ഇവർക്ക് ശിവക്ഷേത്ര ദർശനവും അതുപോലെ നിത്യേന തന്നെ പഞ്ചാക്ഷര നമഃശിവായ എന്ന മന്ത്രം ദിവസേന ജപിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അടുത്തത് ധനുക്കൂറാണ്. സാജിറ്റേറിയസ് എന്നാണ് അതിന് ഇംഗ്ലീഷിലുള്ള പേര്. ഗ്രഹസ്ഥിതി പറഞ്ഞാൽ 12-ൽ സൂര്യ ബുധ ശുക്രന്മാരും, ലഗ്നത്തിൽ ചൊവ്വയും, 7-ൽ വ്യാഴവും, 3-ൽ രാഹുവും, 4-ൽ ശനിയും, 9-ൽ കേതുവുമാണ്. പഴയ ഇത്രയും കാലം ചെയ്തു വന്നിരുന്ന ജോലികളിൽ വെച്ചുകൊണ്ട് അവർക്കൊരു ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുള്ള കാലമാണ്. പഴയ മുൻപുണ്ടായിരുന്ന ചില പദ്ധതികളും പ്രോജക്റ്റുകൾ അതുപോലെ ചില ലക്ഷ്യങ്ങളും അതൊക്കെ പുനഃപരിശോധിച്ച് അതിനെ ക്രമീകരിക്കേണ്ട അഥവാ നൂതനമായിട്ട് ശരിയായിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാലമാണ്.
ഇവർക്ക് കണ്ടക ശനിയുമാണ്. അതുകൊണ്ട് പുതിയ പദ്ധതികളിലേക്ക് അവർ എടുത്തു ചാടാൻ പാടില്ല. വളരെ സൂക്ഷിച്ച് മാത്രമേ പുതിയ പദ്ധതികളൊക്കെ തുടങ്ങാൻ പാടുള്ളൂ. ഉള്ളവ തന്നെ വേണ്ടത്ര ചിന്തിച്ച് പരിഷ്കരിക്കുകയും വേണം. ധനപരമായിട്ട് ചില അനിയന്ത്രിതമായിട്ടുള്ള ചിലവുകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വിദേശ സംബന്ധമായിട്ടുള്ള കച്ചവടം ഉള്ളവർ അഥവാ വിദേശമായിട്ട് ബന്ധമുള്ളവർക്ക് ആ രീതിയിലുള്ള ചില പുതിയ നേട്ടങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കരിയറിൽ അഥവാ ബിസിനസ്സിലും ജോലിയിലും മറ്റുമൊക്കെ ഒരു ഉന്മേഷക്കുറവ്, ഒരു കരിഷ്മ കുറഞ്ഞു പോയി എന്നുള്ളൊരു തോന്നൽ ഇവർക്കുണ്ടാവാം. അതുകൊണ്ട് തന്നെ ചില പുതിയ തുടക്കങ്ങളെപ്പറ്റി അവർ ആലോചിക്കുകയും ചെയ്യും. ബന്ധങ്ങളിലും അത്ര സമാധാനത്തോടു കൂടിയോ സുഖമായിട്ടോ ഉള്ള ഒരു കാലമല്ല ഈ ഒരാഴ്ച. ആരോഗ്യപരമായിട്ടും ഉറക്കക്കുറവ്, അതുപോലെ ഒരു വിഷാദഭാവം, വിഷാദ രോഗം എന്ന് പറയുന്നില്ല, വിഷാദഭാവം ഒക്കെ ഇവർക്കുണ്ടാകാം. എങ്കിലും ആത്മവിശ്വാസത്തോടു കൂടി ഈശ്വര ഭജനത്തോടു കൂടി കാര്യങ്ങൾ ചെയ്താൽ ഈ ആഴ്ച ഒരു വലിയ തെറ്റില്ലാതെ മുന്നോട്ട് പോകും. അതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഹനുമാൻ ചാലീസ ജപിക്കുക, അതുപോലെ ശിവക്ഷേത്ര ദർശനം, ശിവക്ഷേത്രത്തിൽ 7 പ്രദക്ഷിണം വയ്ക്കുക, അവിടെ ദർശനം നടത്തി യഥാശക്തി വഴിപാടുമൊക്കെ കഴിക്കുന്നതും ധാര നടത്തുന്നതും വളരെ നല്ലതാണ്. അടുത്തത് മകരക്കൂറാണ്, കാപ്രിക്കോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഗ്രഹസ്ഥിതി പറഞ്ഞാൽ 11-ലാണ് സൂര്യ ബുധ ശുക്രന്മാർ മൂന്ന് ഗ്രഹങ്ങളും, 12 ചൊവ്വയും, അതുപോലെ 6 വ്യാഴവും, 2 രാഹുവും, 3 ശനിയും, 8 കേതുവുമാണ്. സാമൂഹികമായിട്ടുള്ള ചില അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ചില ലക്ഷ്യങ്ങളോടുകൂടി ചെയ്ത പ്രവർത്തനങ്ങളുടെ സാഫല്യം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ധനപരമായിട്ട് ചില പുതിയ സ്രോതസ്സുകൾ, വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് നേട്ടം ഉണ്ടാവും. ചില ഒന്നിച്ചുള്ള ടീം വർക്ക് എന്ന് പറയുമല്ലോ, അത് അങ്ങനെയുള്ള പ്രൊജക്റ്റുകളിൽ കൂടെ ധനലാഭം ഉണ്ടാകുന്നതായിട്ടും കാണാം. സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളത ഉണ്ടാകും. എന്നാൽ കുടുംബപരമായിട്ട് ഉള്ള ബന്ധങ്ങളിൽ ചില കുറവുകൾ ഉണ്ടാകും. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടാവും. വിശ്രമം ആവശ്യമുള്ള ഒരു കാലമാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശനി ക്ഷേത്ര ദർശനം അഥവാ നവഗ്രഹ ക്ഷേത്രത്തിൽ ചെല്ലുക, അവിടെ യഥാശക്തി വഴിപാട് പ്രദക്ഷിണാദികൾ ചെയ്യുക. അത് സാധിക്കാത്തവർക്ക് ശിവക്ഷേത്രത്തിൽ പോയി അവിടെ പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്യുകയും വഴിപാടുകൾ കഴിക്കുന്നതും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാവുന്നതാണ്. അടുത്തത് കുംഭക്കൂറാണ്, അക്വാരിസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്ന പേര്. ഗ്രഹസ്ഥിതി പറഞ്ഞാൽ 10-ാം ഭാവത്തിൽ സൂര്യനും ബുധനും ശുക്രനുമാണ്, 11-ൽ ചൊവ്വയും, ലഗ്നത്തിൽ രാഹുവും, 2-ൽ ശനിയും, 5-ൽ വ്യാഴവും, 7-ൽ കേതുവുമാണ്. അവരുടെ കരിയറിൽ അഥവാ ബിസിനസ്സിലും ഒക്കെ ചില ഔന്നത്യങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ ചുമതലകൾ അവർക്ക് ഈ ആഴ്ച അവർക്ക് കിട്ടുന്നതാണ്. ധനപരമായിട്ടും തെറ്റില്ലാത്ത കാലമാണ്. സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാകും. അതുപോലെ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഹയർ അപ്സിൽ നിന്ന് അഥവാ ബോസിൽ നിന്നും ഒക്കെയുള്ള പ്രോത്സാഹനങ്ങളും ഒക്കെ ഉണ്ടാകും. ബന്ധങ്ങളിൽ, അതായത് കുടുംബപരമായിട്ടും സുഹൃത്ത് വലയത്തിലും മറ്റൊക്കെയുള്ള ബന്ധങ്ങളിലുമൊക്കെ ചില ഉയർച്ച ഉണ്ടാവും. എന്നാൽ അമിതമായിട്ടുള്ള വാക്കുകൊണ്ട് ചില ശകാരങ്ങൾ കിട്ടാൻ ഇവർക്ക് സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് നല്ല ഉണർവ് അവർക്കുണ്ടാകും. നേരത്തെ ഉണ്ടായിരുന്ന ചില രോഗങ്ങളിൽ നിന്നും ഒക്കെ വിമുക്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ആത്മവിശ്വാസമാണ് ഇതിനൊക്കെ പ്രധാനമായിട്ടുള്ളത്. ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ട് മാറും. ഇവിടെ ഇവർക്ക് പ്രത്യേകം നിർദ്ദേശിക്കാവുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് നാഗാരാധനയാണ്. സ്ഥാനത്ത് സർപ്പകേന്ദ്രങ്ങളിൽ മഞ്ഞപ്പൊടി ആടുക, അവിടെ ചെന്ന് ദർശനം നടത്തുക, പാലഭിഷേകം മുതലായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക. അതിൻ്റെ സൂക്തം, നാഗസൂക്തം, സർപ്പസൂക്തം മുതലായിട്ടുള്ള ജപിക്കാൻ സാധിക്കുമെങ്കിൽ അത് ജപിക്കുക. അടുത്തത് മീനം രാശിയാണ്, പീസസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. ഗ്രഹസ്ഥിതി പറഞ്ഞാൽ 9-ാം ഭാവത്തിൽ സൂര്യനും ബുധനും ശുക്രനുമാണ്, 10-ൽ ചൊവ്വയും, ലഗ്നത്തിൽ ശനിയും, 4-ൽ ഗുരുവും, 6-ൽ കേതുവും, 12-ൽ രാഹുവുമാണ്. ഇവർക്ക് കണ്ടകശനിയും 7.5 ശനിയും കൂടെ ഒരുമിച്ച് വരുന്ന കാലം, 7.5 വർഷത്തെ ശനി കാലമാണ്. ലഗ്നത്തിലും 12-ലും ലഗ്നത്തിലും 1-ലും ഈ 3 ഭാവങ്ങളിലായിട്ട് ശനി നിൽക്കുന്ന കാലം
2.5 വർഷം വീതമാണ് 7.5 വർഷത്തെ കാലമാണ് ഏഴര ശനി എന്ന് പറയുന്നത്. അതിൽ തന്നെ മധ്യത്തിൽ ലഗ്നത്തിൽ ശനി വരുന്ന കാലമാണ് കണ്ടകശനിയും ഏഴര ശനിയും കൂടെ ഒന്നിച്ച് വരുന്നത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇവർക്ക് ഉണ്ടാകും. അവരുടെ പ്രവർത്തന മേഖലയിലും ജോലിയിലും ഒക്കെ ഉണ്ടാകും. അതുപോലെ ഇത് വരുമാന മാർഗങ്ങളിലൊക്കെ കുറച്ച് ഉയർച്ച ഇവർക്ക് ഉണ്ടാകാം. അതുപോലെ തന്നെ ചില പുതിയ പ്രൊജക്റ്റുകൾ അവരെ തേടി വരും. അത് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകും. പ്രണയ ജീവിതം അതുപോലെ സ്നേഹബന്ധങ്ങൾ ഭാര്യയുമായിട്ടും അല്ലാതെയും ഒക്കെയുള്ള ചില ബന്ധങ്ങളുമൊക്കെ കുറച്ചുകൂടെ പുഷ്ടിപ്പെടുന്നതായിട്ട് കാണാം. ശാരീരികമായിട്ടും മറ്റ് വലിയ തെറ്റൊന്നുമില്ലാത്ത ആഴ്ചയാണ്. രോഗങ്ങളിൽ നിന്നുള്ള ഭയം ആവശ്യമില്ല. ഇവിടെ ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുക, ശാസ്താക്ഷേത്ര ദർശനം നടത്തുക, അവിടെ പ്രദക്ഷിണം വയ്ക്കുക, അതുപോലെ ശിവക്ഷേത്ര ദർശനം, ഹനുമാൻ ചാലീസ ജപിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു ഏഴര ശനി ഈ കണ്ടകശനിയും കൂടെ ഉള്ള ഈ ദൂഷ്യകാലത്തിൽ നിന്ന് വിമുക്തിക്ക് നല്ലതായിട്ട് പറയാവുന്നത്. 17-ാം തീയതി സൂര്യൻ വൃശ്ചികത്തിലേക്ക് വരുന്നതോടുകൂടി വൃശ്ചിക വ്രത ആരംഭ കാലമാണ്. എല്ലാ വർഷവും ഈ വൃശ്ചിക വ്രതകാലത്ത് അഥവാ മണ്ഡലകാലത്ത് ആണ് കൂടുതൽ ഒരു റിജുവിനേഷന് വേണ്ടിയിട്ടാണ് വ്രതമെടുക്കുകയും പ്രത്യേകിച്ച് ഈശ്വര ഭജനം ചെയ്യുകയും വിശേഷാൽ നമുക്ക് കേരളീയർക്ക് പ്രത്യേകമായിട്ടുള്ള ശാസ്താഭജനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. ഇവിടെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്, നമ്മൾ ഓരോ വർഷവും അനവധി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെ നടത്തുന്നുണ്ട്. അതിലൊക്കെ ശരിയും തെറ്റും ദോഷവും ഗുണവും ഒക്കെ ഉണ്ടാകാം. എന്നാൽ ഇവയെല്ലാം വീണ്ടും ഒന്നുകൂടെ ഒരു അരിപ്പയിലിട്ട് അരിച്ച് അതിലേത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം, ഏത് എല്ലാം എടുക്കാം എന്ന് അറിയത്തക്ക വിധം നമ്മളൊരു റിജുവിനേഷൻ നടത്തുന്ന കാലമാണ് ഈ മണ്ഡലവ്രതകാലം. അങ്ങനെയുള്ള ഈ കാലത്ത് അതിനു വേണ്ടിയിട്ട് അത് ഏത് രാശിയാകട്ടെ, ഏത് നക്ഷത്രക്കാരനാകട്ടെ, ഇവർക്കെല്ലാവർക്കും ഈ ഒരു കാലഘട്ടം, ഈ മണ്ഡലവ്രതകാലം അത് അനുഭവവേദ്യമാകട്ടെ. അതിനുള്ള പരിശ്രമം എല്ലാവരും ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമായിരിക്കും. ഗ്രഹങ്ങൾ പ്രകാശിക്കുന്നത് കൊണ്ടാണല്ലോ അത് സൂര്യനിൽ നിന്ന് ഉണ്ടാകുന്ന പ്രകാശങ്ങളെ ഏറ്റുവാങ്ങി അത് വീണ്ടും റിഫ്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഫലങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ അതിലും കൂടുതലായിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ്, ഈ ഗ്രഹങ്ങൾക്കൊക്കെ അതിൻ്റെ തത്വം, ഈശ്വര തത്വമുണ്ട് ഓരോന്നിനും. അപ്പോൾ ഓരോ ഗ്രഹങ്ങളുടെയും ഈശ്വരൻ എന്താണ്, ഈശ്വര സത്ത എന്താണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഉദാഹരണത്തിന് ബുധനെ കൊണ്ട് അവതാര വിഷ്ണുവിനെ ചിന്തിക്കും, വ്യാഴത്തെ കൊണ്ട് മഹാവിഷ്ണുവിനെ അഥവാ പരബ്രഹ്മത്തെ തന്നെ ചിന്തിക്കും, സൂര്യനെ കൊണ്ട് ശിവനെ ചിന്തിക്കുന്നു. ഇങ്ങനെ അതാത് ഗ്രഹങ്ങൾക്ക് അതാത് ഗ്രഹേശ്വരന്മാർ എന്നാണ് പറയുക. കൂടാതെ കുറച്ചുകൂടെ വിശദമായിട്ട് ചിന്തിച്ചാൽ ഓരോ ദ്രേക്കാണത്തിലും ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ദ്രേക്കാണത്തിലും ഈശ്വരഭാവങ്ങൾ വ്യത്യാസം വരുന്നുണ്ട്. എങ്കിലും സാമാന്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വയെ കൊണ്ട് ഭദ്രകാളി അഥവാ സുബ്രഹ്മണ്യൻ ഇതൊക്കെയാണ് ചിന്തിക്കുക. ഇങ്ങനെയുള്ള ഈശ്വരീയ ശക്തി നമുക്ക് സ്വായത്തമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രഹങ്ങളെ കൊണ്ട് ഉണ്ടാവുന്ന, ഈ ഗ്രഹങ്ങളുടെ സ്ഥാനചലനങ്ങളെ കൊണ്ടുണ്ടാവുന്ന ദുഷ്ടഫലങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതാത് ഈശ്വരന്മാരെ ഭജിക്കുക, അതാത് കാലത്ത് പ്രത്യേകം ശ്രദ്ധ വച്ച് അത് ചെയ്യുകയാണെങ്കിൽ ഗ്രഹങ്ങളുടെ ചലനം കൊണ്ട് അതിൻ്റെ ശരിയല്ലാത്ത സ്ഥാനങ്ങളിൽ ഉള്ള നിൽപ്പ് കൊണ്ട് ഉണ്ടാവുന്ന ദുരിതങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും ശമനം ഉണ്ടാക്കുന്നതാണ്.